ബ്രസീലിന്റെ പരമാധികാരത്തിൽ ഇടപെട്ട് ബ്രസീലിനെ ചൊറിയാൻ പോയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ബ്രസീൽ കൊടുത്തത് കനത്ത മറുപടി. ഇതിൽ പ്രകോപിതനായ ട്രംപാകട്ടെ ഇപ്പോൾ ബ്രസീലിന് പ്രത്യേകമായൊരു 50% അധിക താരിഫും ചുമത്തിക്കൊടുത്തു. അങ്ങനെയെങ്കിൽ അങ്ങനെ ബ്രസീലിനെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കാമെന്നാണ് ട്രംപിന്റെ വിചാരം. കാരണം ബ്രസീലിലെ മുൻ പ്രസിഡന്റ് ട്രംപിന്റെ വളരെ വേണ്ടപ്പെട്ടയാളാണ്. അപ്പോൾ ആ പ്രസിഡന്റിനെ ബ്രസീലിലെ ഇപ്പോഴത്തെ സർക്കാർ വിചാരണ ചെയ്താൽ നോക്കിയിരിക്കില്ല താനെന്നാണ് ട്രംപ് പറയുന്നത്. ഇനിയും ട്രംപ് ചോദിച്ചു വാങ്ങാൻ പോവുകയാണ്. ലോകശക്തിയായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു കൊച്ചു രാജ്യത്ത് നിന്നും ഇങ്ങനെ തെറിയേക്കുന്നതിലും നാണക്കേട് മറ്റെന്തിലുണ്ട്? US ട്രംപ് കിടന്ന് മറിയുന്നതിനെ ചൊല്ലി ഉണ്ടാകുന്ന പുകരുകൾ ചില്ലറയൊന്നുമല്ല. ശതകോടീശ്വരൻ എലോൺ മസ്കിനെ സ്നേഹത്തോടെ എടുത്ത് മടിയിലിരുത്തിയിട്ട് അവിടെ നിന്ന് തള്ളി താഴെയിട്ടതിൻ്റെ ഫലം ഇപ്പോൾ ട്രംപ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്കിൻ്റെ പുതിയ പാർട്ടി അമേരിക്കൻ പാർട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും ട്രംപിന് മറുപടി പറയേണ്ടി വരും. ഇംഗ്ലണ്ടിലെ റിഫോം UK പോലെ മസ്കിൻ്റെ അമേരിക്കൻ പാർട്ടിയും US ശക്തമായി വരുമെന്ന് ട്രംപിനറിയാം. അതിനിടയിലാണ് കാലിഫോർണിയ പിടിച്ചെടുത്ത് കളയുമെന്ന പ്രഖ്യാപനം വന്നത്. ഇതിനെതിരെ കാലിഫോർണിയൻ ഗവർണർ അടക്കം ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ടെക്സാസിലെ 1-2 5 മില്യൺ ജനതയാണ് പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ അടിപ്പെട്ട് ദുരിതത്തിലായത്. 100-ലേറെ പേർ മരിച്ചു, 27 കൊച്ചു പെൺകുട്ടികൾ. ഇവിടെ കേരളത്തിൽ വല്ലതുമായിരുന്നെങ്കിൽ സർക്കാരിനെ ഇംപീച്ച് ചെയ്ത് കളഞ്ഞതിനെ പ്രതിപക്ഷം. ഇത് അമേരിക്കയിലായതുകൊണ്ട് ഏർലി വാർണിംഗ് ഒന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ട്രംപ് തൻ്റെ കൈ കഴുകുകയാണ്. തനിക്കിതിലൊന്നും യാതൊരു പങ്കുമില്ല, അത് ടെക്സാസ് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് പറഞ്ഞ് ട്രംപ് കൈ ഒഴിഞ്ഞു കളഞ്ഞു. ഇതിനിടയിലാണ് ട്രംപിൻ്റെ ബ്രസീൽ വിരുദ്ധ നീക്കങ്ങൾ. ബ്രസീലിന് US അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ചുമത്തുമെന്നാണ് ഇപ്പോൾ ട്രംപ് ബുധനാഴ്ച പ്രഖ്യാപിച്ചത്. എന്തിനാണ്? US ബ്രസീലിയൻ പ്രസിഡന്റ് ലുലു ട്രംപിനെതിരെ അധിക താരിഫ് ഏർപ്പെടുത്തിയതിന് പ്രതികരിച്ചിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ വിദേശ കയറ്റുമതിക്ക് ബ്രസീലിന് മാത്രമാണ് 50% ഈ താരിഫ്, അധിക താരിഫാണ്. ഇതേ രീതിയിൽ ഫിലിപ്പൈൻസ്, ബ്രൂണൈ, മോൾഡാവ, അൾജീരിയ, ലിബിയ, ഇറാഖ്, ശ്രീലങ്ക ഈ രാജ്യങ്ങളും ട്രംപ് വെറുതെ വിട്ടിട്ടില്ല. അവർക്കുമുണ്ട് 20, 30, 40% അധിക താരിഫ്. എന്തിനാണ് ബോൾസനാരോയ്ക്ക് രക്ഷിക്കാൻ ട്രംപ് നോക്കുന്നത്? 2022 ബ്രസീലിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോൾസനാരോ ശ്രമിച്ചു. അതിനിപ്പോൾ ബോൾസനാരോ ഒരു വിചാരണ നേരിടുകയാണ്. ഈ വിചാരണ മന്ത്രവാദി വേലയാണെന്നും അത് നിർത്തിവെക്കണമെന്നുമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. US ബ്രസീലിലാണ് വിചാരണ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ എന്തിന് കൈവയ്ക്കണമെന്നാണ് ബ്രസീൽ തിരിച്ച് ട്രംപിനോട് ചോദിക്കുന്നത്. ബോൾസനാരോയ്ക്കെതിരായ വിചാരണ ബ്രസീൽ നിർത്തിവെക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ അത് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല സ്നേഹത്തോടെയാണ് ആദ്യം നിരസിച്ചത്. കാരണം ബോൾസനാരോ ട്രംപിൻ്റെ ഉറ്റ സുഹൃത്താണ്. നേരത്തെ ട്രംപ് തൻ്റെ വിശിഷ്ട സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച ആളാണ് ഈ ബോൾസനാരോ. അപ്പോൾ ബോൾസനാരോയെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യതയും ട്രംപിന് തന്നെയാണ്. ബോൾസനാരോയ്ക്കെതിരായ വിചാരണ ഉടൻ അവസാനിപ്പിക്കേണ്ട ഒരു മന്ത്രവാദ വേട്ടയാണെന്നും ഇത് നടക്കാൻ പാടില്ലെന്നുമാണ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയത്. അതുകൊണ്ട് തന്നെ ബ്രസീലിന് തന്നെ 50% അധിക താരിഫുകൾ അടിച്ചേൽപ്പിക്കുന്നു. മറ്റെല്ലാ താരിഫുകളിൽ നിന്നും ഈ 50% മാറി നിൽക്കും, വേറിട്ട് നിൽക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ബോൾസനാരോയ്ക്കെതിരായ നിയമ നടപടികൾ പിൻവലിക്കണമെന്ന ട്രംപിൻ്റെ ആവശ്യവും പിന്നെ വ്യാപാര കമ്മി നിമിത്താൻ ബ്രസീലിൽ നിന്നുമുള്ള അധികം 50% താരിഫ് US വേണമെന്ന ആവശ്യവുമൊക്കെ എന്തായാലും ബ്രസീൽ പ്രസിഡന്റ് നിരസിച്ചിട്ടുണ്ട്. ബ്രസീൽ ഒരു സ്വതന്ത്ര സ്ഥാപനമാണെന്നും അതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെ പരമാധികാരം ആർക്കും അടിയറ വയ്ക്കില്ലെന്നുമാണ് ഇപ്പോൾ ലുലു പറയുന്നത്. ട്രംപിൻ്റെ ഒരു തരത്തിൽ ഇടപെടലും അനുവദിക്കില്ലെന്നും ബ്രസീലിൻ്റെ പ്രസിഡന്റ് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, സ്വന്തം നിയമങ്ങൾക്കനുസൃതമായി US സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനങ്ങൾ ബ്രസീൽ നിരോധിക്കുന്നു, അത് സെൻസർഷിപ്പ് കൊണ്ടുവരുന്നു എന്നാണ് ഇപ്പോൾ ട്രംപ് ഉയർത്തുന്ന മറ്റൊരു വാദം. പക്ഷേ ഈ വാദത്തെയും ലുലു തള്ളിക്കളയുകയാണ്. ബ്രസീലിലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മറ്റ് പാശ്ചാത്യ സംസ്കാരവുമായി കൂട്ടിക്കലർത്തി രാജ്യത്തെ ആശയക്കുഴപ്പത്തിലാക്കരുത് എന്നാണ് ഇപ്പോൾ ലുല പറയുന്നത്. എല്ലാ കമ്പനികളും, ബ്രസീലിലെ എല്ലാ കമ്പനികളും, അത് ആഭ്യന്തര കമ്പനിയായാലും വിദേശ കമ്പനിയായാലും ബ്രസീലിലെ നിയമം പാലിക്കണമെന്ന ലുല എഴുതിയത് ട്രംപിനുള്ള കനത്ത മറുപടി തന്നെയാണ്.